ശബരിമലയിൽ മണ്ഡലപൂജ നാളെയാണ്. മണ്ഡലപൂജയ്ക്ക് അയ്യന് ചാർത്താനുള്ള തങ്കയങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇന്ന് സന്നിധാനത്ത് എത്തും. 41 ദിവസം നീണ്ട മണ്ഡലകാലത്തിന് പരിസമാപ്തി കുറിച്ച് ശബരിമലയിൽ നടക്കുന്ന വിശേഷാൽ പൂജയാണ് മണ്ഡലപൂജ. ഏറ്റവും കൂടുതൽ ദിവസം തുറന്നിരിക്കുന്ന ഇതാണ് ഈ മണ്ഡലകാലം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസമായ 41-ാം ദിവസത്തെ അന്നത്തെ ഉച്ചപൂജയ്ക്കാണ് മണ്ഡലപൂജ എന്ന് പറയുന്നത്. ഉള്ള ദീപാരാധനയോടുകൂടിയാണ് ഉച്ചപൂജ സമാപിക്കുന്നത്. അതപ്പോൾ അന്നത്തെ ഉച്ചപൂജ മാത്രം പ്രത്യേക ഒരു മുഹൂർത്തത്തിലായിരിക്കും. അപ്പോൾ ഇത്തവണ അത് 10:30 കഴിഞ്ഞ് 11:30-ക്കകമുള്ള മുഹൂർത്തത്തിലാണ് മണ്ഡലപൂജ നടക്കുന്നത്. ബുധനാഴ്ച രാവിലെ 10:30-നും 11:30-നും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് മണ്ഡലപൂജ. മണ്ഡലപൂജ ദിനത്തിൽ രാവിലെ 9:45 വരെ മാത്രമാകും നെയ്യഭിഷേകം നടക്കുക. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മണ്ഡലപൂജയ്ക്ക് ശബരിമല അയ്യപ്പന് ചാർത്താൻ സമർപ്പിച്ച 451 പവൻ തൂക്കമുള്ള തങ്കയങ്കി ചാർത്തിയാകും മണ്ഡലപൂജ. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ഡിസംബർ 23-ന് പുറപ്പെട്ട തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇന്നുച്ചയ്ക്ക് പമ്പയിലും തുടർന്ന് ശരംകുത്തി വഴി സന്നിധാനത്തേക്കും എത്തിക്കും. കൊടിമരച്ചുവട്ടിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും ചേർന്ന് ഏറ്റുവാങ്ങുന്ന തങ്കയങ്കി സന്നിധാനത്തേക്ക് എത്തിച്ച് തന്ത്രിക്കും മേൽശാന്തിക്കും കൈമാറും. തുടർന്ന് തങ്കയങ്കി ചാർത്തി ദീപാരാധന നടക്കും. ബുധനാഴ്ച മണ്ഡലപൂജയ്ക്ക് ശേഷം നടയടച്ചാൽ മകരവിളക്കുത്സവത്തിനായി 30-ന് വൈകിട്ട് 5 മണിക്കാകും നട തുറക്കുക. ജനുവരി 15-നാണ് മകരവിളക്ക്. അമൃത ന്യൂസ്, സന്നിധാനം.